നമുക്ക് ചുറ്റിലും കാണുന്ന ഈ പക്ഷികളൊക്കെ എപ്പോഴാണ് ഉണരുന്നത്, എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് അഖില ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ചുറ്റും അവരുടെ സാന്നിധ്യം എപ്പോഴും ഉള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ചിന്തിക്കാത്തത്. ചില ബന്ധങ്ങളിലും നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ തൊട്ടടുത്ത് എപ്പോഴും ഉള്ളതുകൊണ്ട് അവരെക്കുറിച്ച് ചിന്തിക്കാൻ, അവരെ പരിഗണിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നുപോകും. മുപ്പത് വർഷമായില്ലേ ജയരാജന് ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഓരോ ദിവസവും അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മെൻ്റൽ സ്ട്രെസ് എത്രയാണെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അത് നമ്മൾ ചിന്തിക്കുന്നതിലും മുകളിലാണ്. അച്ഛാ, ബാക്കി നാളെ വരയ്ക്കാം. സമയം ഇപ്പൊ ഇത്രയായില്ലേ? ഇന്നത്തെ കാര്യം കഴിഞ്ഞിട്ടല്ലേ നാളത്തെ കാര്യം. ഒരു എഞ്ചിനീയർക്ക് ആദ്യം വേണ്ടത് സമയനിഷ്ഠയാ. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. അച്ഛനെ എങ്ങോട്ടാ? ആ സേവിയറിന്റെ പ്ലാൻ കൊടുത്തിട്ടില്ല. 2 ദിവസം കഴിഞ്ഞാൽ അവൻ അയർലൻഡിന് പോകുന്ന പറഞ്ഞ. അവരെന്തു പറഞ്ഞാലും ചാടിക്കറി നോ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അത് അവരുടെ മെൻ്റൽ സ്ട്രെസ് കൂട്ടിയുള്ളൂ. എന്നാ ഞാനും വരാം. ആദ്യ ശ്യാമങ്ങളിനെ കണ്ടിട്ട് പിന്നെ നമുക്ക് സേവിയർ അങ്ങളുടെ അടുത്തേക്ക് പോവാം. വർക്ക് സൈറ്റിൽ വെച്ചുണ്ടായ അപകടം ശരീരത്തെക്കാൾ ജയരാജൻ്റെ മനസ്സിനെയാണ് കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. അയാളുടെ ഭാഗ്യം കൊണ്ടാണ് കൂടുതലൊന്നും സംഭവിക്കാതിരുന്നത്. പറയുമ്പോൾ എല്ലാവരും പറയും വീടൊരു സ്വപ്നമാണെന്ന്. പക്ഷെ ആ സ്വപ്നത്തിലേക്ക് അവരെ എത്തിക്കാൻ അവരെക്കാൾ കൂടുതൽ മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്നത് ജയരാജനെ പോലുള്ള കുറേ മനുഷ്യരാണ്. അത് ആ വീട്ടുകാർക്കും മനസ്സിലാവില്ല, ഇവരുടെ വീട്ടുകാർക്കും മനസ്സിലാവില്ല. അതാ അതിൻ്റെ ഒരു വിരോധാഭാസം. ശ്യാമിന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇല്ല, ലീവാക്കി. അതുകൊണ്ടാണ് ഇന്ന് അഖിലോട് കാണാമെന്ന് പറഞ്ഞത്. അത് അവളെന്നോട് പറഞ്ഞില്ല. പിന്നെ അമ്മായി ഒന്ന് കാണാലോന്ന് വിചാരിച്ചിറങ്ങിയതാ. അത് ശരി. ഞാൻ പറഞ്ഞതാ അച്ഛാ, അച്ഛൻ ഓർക്കാഞ്ഞിട്ടാ. അല്ലേലും നിന്റെ ടൈം മാനേജ്മെന്റ് ശരിയല്ല. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇപ്പോ ശ്യാമിന്റെ കാര്യം തന്നെ എടുക്ക്. നല്ല തിരക്കുള്ള ഒരു സൈക്കാട്രിസ്റ്റായിട്ട് കൂടി വീട്ടിലിരിക്കാൻ സമയം കിട്ടുന്നില്ലേ? എന്തുകൊണ്ടാ? ശ്യാമിന്റെ ടൈം മാനേജ്മെന്റ് കറക്റ്റാ. എന്തൊക്കെ തിരക്കായാലും വർക്ക് ചെയ്യാനും വിശ്രമിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ജയരാജൻ്റെ ഉറക്കമൊക്കെ പ്രോപ്പറല്ലേ?
ഉറക്കം കുറവാ. കണ്ണടയ്ക്കുമ്പോൾ ഒരുപാട് താഴ്ചയിലേക്ക് വീഴുന്ന ഒരു ഫീലാ. എത്ര വീണിട്ടാ നമ്മളൊക്കെ ഒന്ന് നടക്കാൻ പഠിച്ചത്. അതുകൊണ്ട് തളർന്നിരിക്കരുത്, എഴുന്നേറ്റ് നടക്കണം. മോള് വിളിച്ചത് നന്നായി. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് സേവ്യർ അയർലൻഡിന് പോണ കാര്യം ഓർത്തത്. അതാണ് തിരക്കിട്ടിങ് പോകുന്നത്. സാറ് ധൃതി പിടിക്കണ്ട, ഞാൻ അയർലൻഡിന് പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. ഓ, സമാധാനമായി. പറഞ്ഞ സമയത്തൊരു വീട് പണിത് തീർത്തു കൊടുക്കണമെങ്കിൽ ഞാനൊരാള് 9 ആളായിട്ട് ഓടേണ്ടി വരും. അതിനിടയിൽ വേണം പ്ലാൻ വരയ്ക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഓടി ഓടി തീരുന്ന ജീവിതമാണ് ഞങ്ങളുടെയൊക്കെ. സാറ് പണിസെറ്റിൽ വീണ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അയർലൻഡ് വിട്ട് ഞാൻ നാട്ടിൽ സെറ്റിലായ കാര്യമൊക്കെ സാറ് മറന്നല്ലേ? എന്തൊക്കെ ഓർമ്മക്കുറവുണ്ടെങ്കിലും സേവ്യർ എന്ന പേര് സാറ് മറന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് മക്കൾ അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിക്കുന്ന കാലമാണ്. മോൾ അച്ഛനെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അനുഗ്രഹം മോൾക്കുണ്ടാവും. ഇപ്പം ഈ കാണിക്കുന്ന മെമ്മറി പ്രോബ്ലംസ് ഒക്കെ ആ വീഴ്ചയുടെ ഇമ്പാക്റ്റാ. സ്നേഹിക്കുന്നവരൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് സപ്പോർട്ട് ചെയ്താൽ ഹി വിൽ ബി ഓക്കെ വെരി സൂൺ. ബിക്കോസ് ഹീസ് ആൻ എഞ്ചിനീയർ.